हाय प्रिय बच्चों, नमस्कार। आज हमको इकाई 5 देखें। इसमें 3 पाठ भाग है। पहला पाठ का नाम है मेरी ममतामयी माम। ये APJ अब्दुल कलाम, डॉक्टर APJ अब्दुल कलाम का एक संस्मरणात्मक लेख है। उसके बाद रागगौरी नामक एक पद है, ये सूरदास का पद है। ओके। उसके बाद एक भी कविता है, उस कविता अतिरिक्त वाचन है। ओके, देखिए पेज नंबर 82, मेरी ममतामयी माँ। संसार सब प्यार की छाया में रहने चाहते हैं। संसार में നമ്മൾ ലോകത്ത് എല്ലാവരും എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? പ്യാർ കി ഛായമേ, എല്ലാവരും ഒരു സ്നേഹത്തിൻ്റെ തണലിൽ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അല്ലേ? അങ്ങനെ നമ്മുടെ അബ്ദുൽ കലാം പറയാണ്, ഡോക്ടർ APJ അബ്ദുൽ കലാം अपनी माम की याद करते हैं और उनके प्यार का स्मरण करते हैं. ഈ പാഠഭാഗത്തിലൂടെ, ഈ ലേഖനത്തിലൂടെ, സംസ്മരണാത്മക ലേഖനത്തിലൂടെ എന്താ പറയുന്നത്? സംസ്മരണാത്മക ലേഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഓർമ്മക്കുറിപ്പ്. ഇതിലൂടെ അദ്ദേഹം തൻ്റെ മാം കി യാദ് കർത്തേ ഹേ ആർ പ്യാർ കാ സ്മരൺ കർത്തേ ഹേ, അതായത് അമ്മയെക്കുറിച്ച് ഓർക്കുകയാണ്, അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച്. ഓക്കെ, അപ്പോൾ മേരി മമതാമയി മാം സാർത്ഥിക്കാഹെ, എൻ്റെ സ്നേഹമയിയായ അമ്മ, അല്ലെങ്കിൽ എൻ്റെ സ്നേഹനിധിയായ അമ്മ എന്നൊക്കെ പറയാം. ओके, देखिए पाठभाग। द्वितीय विश्व युद्ध के दौरान हमारा परिवार कठिनाइयों के बीच से गुजर रहा था। मैं उस समय 10 साल का था और युद्ध रामेश्वरम में हमारे दरवाजे तक प्रायः पहुंच चुका था। सभी वस्तुओं की किल्लत हो गई थी। द्वितीय विश्वयुद्ध, ദ്വിതീയം എന്ന് പറഞ്ഞാൽ എത്രയാ? ദ്വിതീയ എന്താണ്? 2, സെക്കൻഡ് അല്ലേ? അപ്പോൾ വിശ്വയുദ്ധ, വേൾഡ് വാർ, സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കെ ദൗരാൻ, ഇടയിലെ, ബീച്ച്. ഹമാരെ പരിവാർ, ഞങ്ങളുടെ കുടുംബം, കഠിനായിയോം കെ ബീച്ച് മേ ഗുസർ രഹാദ, ഞങ്ങൾ എങ്ങനെയായിരുന്നു? ഞങ്ങൾ കഠിനായിയും വിഷമതായും വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എപ്പോൾ? ദ്വിതീയ വിശ്വയുദ്ധಕ್ಕೆ ദൗരാൻമേ, 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഇടയിൽ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. മേ ഉസ് സമയ 10 സാൽ കാ ഥാ, ഞാൻ ആ സമയം എത്ര വയസ്സുള്ള കുട്ടിയായിരുന്നു? 10 സാൽ, 10 വയസ്സുള്ള കുട്ടിയായിരുന്നു. और युद्ध രാമേശ്വരം മേ ഹമാരെ ദർവാസെ തക്ക് പ്രായഃ പഹുഞ്ച് ചുകാ ഥാ, ആ സമയത്ത് യുദ്ധം രാമേശ്വരം മേ വാർ, എവിടെ വരെ എത്തിന്? രാമേശ്വരത്തിൽ, ഹമാരെ ദർവാസെ തക്ക്, ഞങ്ങളുടെ വാതിൽ വരെ, പഹൂഞ്ച് ചുകാത, എത്തിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന്. അതായത് രാമേശ്വരത്ത് ഞങ്ങളുടെ അത്രയും അടുത്ത് വരെ എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. സബി വസ്തുവും കി കില്ലത്ത് ഹോ ഗയി, ആ സമയത്ത് സാധനങ്ങളുടെ ലഭ്യതയൊക്കെ വളരെ കുറവായിരുന്നു അല്ലേ? യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമോ? ഇല്ല. വീടുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനും പറ്റില്ല, പുറത്തേക്ക് ഇറങ്ങാനും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എല്ലാ വസ്തുക്കളുടെയും ലഭ്യത വളരെ കുറവായിരുന്നു. ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരു സമയമായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏത് സമയത്ത്? സെക്കൻഡ് വേൾഡ് വാർ, ദ്വിതീയ വിശ്വയുദ്ധಕ್ಕೆ ദൗരാൻമേ. ഓക്കെ, ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ എത്ര വയസ്സായിരുന്നു അദ്ദേഹത്തിന്? 10 സാൽ അല്ലേ? ഏകദേശം 10 വയസ്സായിരുന്നു അദ്ദേഹത്തിന് പ്രായം ഉണ്ടായിരുന്നത്. ആ സമയം യുദ്ധം എവിടെ എത്തിയിരുന്നു? അദ്ദേഹത്തിൻ്റെ രാമേശ്വരം ഹമാരെ ദർവാസെ അല്ലേ, അദ്ദേഹത്തിൻ്റെ ദർവാസെ തക്ക് പഹുഞ്ചുകേത്, വാതിൽ വരെ എത്തിക്കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അത്രയ്ക്കും അടുത്തായിരുന്നു യുദ്ധം നടന്നുകൊണ്ടിരുന്നിരുന്നത് എന്ന് പറയുന്നത്. नेक्स्ट देखिए, हमारा परिवार एक विशाल संयुक्त परिवार था जिसमें मेरे पिता एवं चाचाओं के പരിവാർജൻ ഏക് സാത്ത് രഹത്തെ थे. ഹമാര പരിവാർ, ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഏക് വിശാൽ സംയുക്ത പരിവാർ ജോയിൻറ്റ് ഫാമിലി, ഞങ്ങളുടെ കുടുംബം എന്ന് വിശാലമായ ഒരു കൂട്ടുകുടുംബമായിരുന്നു. ജിസ്മേ മേരെ പിതാ ഏവം ചാച്ചാവും, അതിൽ എൻ്റെ പിതാവും അതുപോലെ ചാച്ചാവും സഹോദരങ്ങൾ, അതായത് പിതാവും സഹോദരങ്ങളും, കെ പരിവാർജൻ, അതായത് കുടുംബസമേതം, കുടുംബത്തിലുള്ള ജനങ്ങൾ എല്ലാവരും കൂടി ഏക് സാത്ത് രഹത്തെ, ഒരുമിച്ചാണ് താമസിച്ചിരുന്നത്. ഈ വിശാൽ കുനബ് കോ മേരി ദാദി ഔർ മാം മിൽക്കർ സമ്പാൽത്തി थी. ഈ വിശാലമായ കുനബ് മീൻസ് പരിവാറിനെ, ഈ കുടുംബത്തെ,
മേരി ദാദി എൻ്റെ ദാദിയും, അതായത് ഫാദേഴ്സ് മദർ, ദാദിയും ആർ മാം മിലാക്കർ അമ്മയും ചേർന്നിട്ടാണ് സംഭാൽ തീതി ഒരുമിച്ച് രണ്ടുപേരും ഒരുമിച്ച് ചേർന്നായിരുന്നു ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ പാലൻ പോഷൻ കർണ, അതായത് എന്താ പറയുക, സപ്പോർട്ട് ചെയ്തിരുന്നത്. അതായത് ഈ വീടിനെ നല്ലപോലെ പരിപാലിച്ചിരുന്നത് അമ്മയും മുത്തശ്ശിയും കൂടി ചേർന്നിട്ടായിരുന്നു എന്നാണ്. ഗർമേ കബി കബി തീൻ പാലനവും ബച്ചെ ചൂൽത്തേ രഹത്തെ. എന്തായിരുന്നു, വീട്ടിൽ കബി ഇടയ്ക്കിടയ്ക്ക് തീൻ പാലനവും, അതായത് മൂന്ന് തൊട്ടിലെങ്കിലും ബച്ചെ ചൂൽ രഹേത്, അതായത് 3 തൊട്ടിലുകളിൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ചിലപ്പോഴൊക്കെ 3 തൊട്ടിലുകൾ ഉണ്ടാവും, ആ 3 തൊട്ടിലുകളും കുട്ടികളും ഉണ്ടായിരുന്നു എന്നാണ്. ഗുഷിയ ഓർ ഗംക ആന ജാന ലഗാരെത്താത. ആ സമയത്ത് വീടിൽ എന്തായിരുന്നു, ഗുഷി സന്തോഷവും ഗം ദുഃഖവും മാറി മാറി അനുഭവപ്പെട്ടിരുന്നു. അതായത് വീടിൽ നിറച്ച ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുട്ടികളുണ്ടാവും. അപ്പോൾ ഏത് സമയവും ഒരു 3 തൊട്ടിലെങ്കിലും കാണും. ആ തൊട്ടിലുകൾ കുട്ടികൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ സന്തോഷവും ദുഃഖവും ഇങ്ങനെ മാറി മാറി അനുഭവപ്പെട്ടിരുന്നു എന്ന് പറയുന്നു. मैं अपने शिक्षक की श्री स्वामियार के पास गणित पढ़ने के लिए प्रायः 4 बजे जग जाता था. ഞാൻ എൻ്റെ അധ്യാപകൻ അല്ലേ, ശിക്ഷക് മീൻസ് അധ്യാപകൻ, ടീച്ചർ, ശ്രീ സ്വാമിയാർ കെ പാസ്, അദ്ദേഹത്തിൻ്റെ പേരാണ് സ്വാമിയാർ, അവരുടെ അടുത്തേക്ക് ഗണിത് പഠിനെ ജാനെ കെ ലിയെ പ്രായः 4 ബജെ ജഗ് ജാത്താ താ. ഗണിതം അതായത് മാത്സ് പഠിക്കാനായി എന്നും പോയിരുന്നു. 4 ബജെ ജഗ് ജാത്താ താ. പുലർച്ചെ 4 മണിക്ക് ഉണരുമായിരുന്നു. പോകാൻ വേണ്ടിയിട്ടേ, മാത്സ് പഠിക്കാൻ വേണ്ടിയിട്ട് 4 മണിക്ക് ഉണരുമായിരുന്നു. വേ ഏക് അദ്വിതീയ ഗണിത ശിക്ഷക് ഹെ. അദ്ദേഹം എങ്ങനെയുള്ളായിരുന്നു, അദ്വിതീയനായിരുന്നു, ഒരു സമർത്ഥനായിരുന്നു. ഗണിത ശിക്ഷക്, അദ്വിതീയൻ സമർത്ഥനായ ഒരു ഗണിത അധ്യാപകനായിരുന്നു അദ്ദേഹം. വേ നിശുൽക്ക് ട്യൂഷൻ പഠാത്തേ ദേ. നിശുൽക്ക് മീൻസ് ഫീസ് ഇല്ലാതെയാണ്, അതായത് ഫ്രീ ആയിട്ടാണ് ട്യൂഷൻ പഠിപ്പിച്ചിരുന്നത്. അവർ ഏക് സാൽമേം 5 ഹി ബച്ചോങ്കോ പഠാത്തേത്. അദ്ദേഹം എങ്ങനെ പഠിപ്പിച്ചിരുന്നു, ഏക് സാൽമേ ഒരു വർഷത്തിൽ 5 കുട്ടികളെയാണ് പഠിപ്പിച്ചിരുന്നത്. ഒരു വർഷം 5 കുട്ടികളെ ഫീസില്ലാതെ അദ്ദേഹം പഠിപ്പിക്കുമായിരുന്നു എന്ന് പറയുന്നത്. അപ്പനെ സബി ഛാത്രോം പർ ഉനോനെ ഏക് കഠോർ ഷർത്ത് ലഗാ രഖി തി. അദ്ദേഹം തൻ്റെ സബി ഛാത്രോംകോ എല്ലാ കുട്ടികളെയും ഉനോനെ അദ്ദേഹം ഏക് കഠോർ ഷർത്ത് ഒരു കഠിനമായ ഒരു നിബന്ധന ലഗ് രഖി തി. അദ്ദേഹം കുട്ടികളുടെ അടുത്ത് ഒരു നിബന്ധന വെച്ചിരുന്നു. എന്തായിരുന്നു ആ നിബന്ധന? शर्त यह है कि सभी छात्र स्नान करके 5 बजे उनकी कक्षा में उपस्थित हो जाए. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ നിബന്ധന? സബി ഛാത്ര എല്ലാ കുട്ടികളും കുളി കഴിഞ്ഞിട്ട്, സ്നാനം ചെയ്തിട്ട് അല്ലേ, കുളിച്ചിട്ട് 5 ബജെ 5 മണിക്ക്, പുലർച്ചെ 5 മണിക്ക് ഉൻകി കക്ഷാമേ ഉപസ്ഥിതി ഹോ ജായ, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക് എത്തണം, ട്യൂഷൻ ക്ലാസ്സിലേക്ക് എത്തണം എന്നുള്ളതായിരുന്നു. എന്തായിരുന്നു നിബന്ധന? സബി ഛാത്ര സ്നാൻ കർക്കെ 5 ബജെ ഉൻകി കക്ഷാമേ ഉപസ്ഥിതി ഹോ ജായ. ഓക്കെ. മേരി മാം മുജ്സെ പെഹലെ ജഗ് ജാത്തി തി. മേരി മാം എൻ്റെ അമ്മ പെഹലെ ജഗ് ജാത്തി, അമ്മ നേരത്തെ എണീക്കുമായിരുന്നു അല്ലേ. വേ മുജെ നെഹലാത്തി, അവരെന്നെ കുളിപ്പിച്ച്, നെഹലാന മീൻസ് കുളിപ്പിച്ച് അവർ ട്യൂഷന് വേണ്ടിയിട്ട് എന്നെ തയ്യാറാക്കുമായിരുന്നു. അമ്മ നേരത്തെ നീക്കുമായിരുന്നു, അമ്മ എന്നെ നേരത്തെ കുളിപ്പിച്ച് ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് ഒരുക്കുമായിരുന്നു. മേ 5:30 ബജെ ഗർ വാപ്പസ് ലൗട്ടെ, എന്നിട്ട് ഞാൻ 5:30 ബജെ 5:30 മണിയാകുമ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകും ട്യൂഷൻ കഴിഞ്ഞിട്ട്. ओके. उस समय नमाज अदा करने तथा अरबी स्कूल में कुरान शरीफ सीखने के लिए मुझे ले जाने को पिता मेरी प्रतीक्षा कर रहे होते. എന്താ പറയുന്നത്? ഉസ് സമയ, ആ സമയത്ത് നമാസ് മീൻസ് നമസ്കരിക്കുക അല്ലേ, നമസ്കരിക്കുക. അതുപോലെ അറബി സ്കൂൾ മീൻ ഖുറാൻ ഷരീഫ് സീഖ്ന, അതായത് അറബി സ്കൂളിൽ ഖുറാൻ പഠിക്കുക എന്നതിനൊക്കെ വേണ്ടി, അതിനു വേണ്ടി മുജെ ലേ ജാനേക്കോ, എന്നെ കൊണ്ടുപോകുന്നതിന് പിതാ മേരി പ്രതീക്ഷാക്കർ രഹേ ഹോത്തെ, പിതാവ് എന്നെയും കാത്തു നിൽക്കുന്നുണ്ടാവും. ഉസ്കെ ബാദ് മേ അപ്പനെ ഘർ സെ 3 കിലോമീറ്റർ കി ദൂരി പർ, അതിനുശേഷം ഞാൻ തൻ്റെ
ഗർസെ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരി പർ 3 കിലോമീറ്റർ അകലെയുള്ള അകലെ സ്ഥിതി ചെയ്യുന്ന രാമേശ്വരം റോഡ് റെയിൽവേ സ്റ്റേഷൻ പൈദൽ ജാത്ത, അതായത് 3 കിലോമീറ്റർ അകലെയുള്ള രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് പൈദൽ ജാത്ത നടന്നു പോകും. വഹാം സെ ഹോക്കർ ഗുസർനെ വാലി ധനുഷ്കോടി മെയിൽ സെ സമാചാർ പത്രവും കാ ബണ്ടിൽ ലേത്ത. പിന്നെ എന്ത് ചെയ്യും? വഹാം സെ ഹോക്കർ അവിടെ നിന്ന് അതിലൂടെ എന്താ പറയുക, ഗുസർനെ വാലി പ്രവേശിക്കുന്ന ധനുഷ്കോടി മെയിൽസ്, ധനുഷ്കോടി എന്ന് പറയുന്ന മെയിലിൽ നിന്ന് സമാചാർ പത്രവും ക ബണ്ടിൽ, സമാചാർ ന്യൂസ് പേപ്പറുകളുടെ കെട്ടുകൾ എടുക്കും. എന്നിട്ട് തേസ് സെ ഷഹറിലവിടുത്ത തേസ് പെട്ടെന്ന് തന്നെ എവിടേക്ക് പോകും? ടൗണിലേക്ക് പോകും. അപ്പോൾ ധനുഷ്കോടി മെയിലിൽ വരുന്ന പത്രക്കെട്ടുകൾ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ തേജി സെ ഷഹറിലവിടുത്ത, പെട്ടെന്ന് തന്നെ ഷഹറിലേക്ക് തിരിച്ചു പോകും. എന്നിട്ട് ഷഹർ മേ സബ്സെ പെഹലെ മേം ഹി ലോകോം തക്ക് സമാചാർ പത്ര പഹുഞ്ചതാ ഥാ. എന്താ ചെയ്യുക? എന്നിട്ട് പെട്ടെന്ന് ആ കെട്ടുകൾ എടുത്തിട്ട് ഷഹറിൽ സബ്സെ പഹലെ ഏറ്റവും ആദ്യം മേം ഹി ഞാൻ തന്നെ ലോകോം തക്ക് ജനങ്ങൾക്ക് സമാചാർ പത്ത് പഹുഞ്ചതാത, അതായത് ഞാനായിരുന്നു ആളുകൾക്ക് ഏറ്റവും ആദ്യം പത്രം എത്തിച്ചിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും അദ്ദേഹത്തെ കാത്തു നിൽപ്പുണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? നമാസ് ആദ और അറബി സ്കൂൾ മീൻ ഖുറാൻ ഷരീഫ് സീഖന, അല്ലേ? ഇത് രണ്ടും ചെയ്യുന്നതിന് വേണ്ടി, പഠിക്കുന്നതിന് വേണ്ടിയും കൊണ്ടുപോകും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? उसके बाद 3 കിലോമീറ്റർ, അല്ലേ? 3 കിലോമീറ്റർ നടന്നിട്ട് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും. അവിടെ നിന്ന് ധനുഷ്കോടിയിൽ വരുന്ന പത്രക്കെട്ടുകൾ എടുത്തിട്ടാണ് അദ്ദേഹം ഷഹറിലേക്ക് പോവുക, അല്ലേ? അപ്പോൾ അത് ഏറ്റവും ആദ്യം ജനങ്ങളിലേക്ക് ഈ സമാചാർ ന്യൂസ് എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും പത്രങ്ങൾ വിറ്റിരുന്നത് ഏറ്റവും ആദ്യം, അല്ലേ? അത്രയും നേരത്തെ അദ്ദേഹം തന്നെയായിരുന്നു, നമ്മുടെ ഡോക്ടർ കലാം തന്നെയായിരുന്നു ആളുകൾക്ക് പത്രം എത്തിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെന്ന് ചോദിക്കുക. ഓക്കെ.